ഹലോ എവ്രി വൺ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിയൽ നമ്പേഴ്സിന്റെ ഓർഡർ പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറംസും കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഇക്വാലിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറംസും അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസും നമ്മൾ എക്സിന്റെ വാല്യൂസ് തന്നിരിക്കുന്ന സെറ്റിൽ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ലെറ്റ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, then a less than b if and only if a square less than b square if and only if root a less than root b. എയും ബിയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അങ്ങനെയെങ്കിൽ എ ലെസ് ദാൻ ബി ആണെങ്കിൽ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആയിരിക്കും, റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി ആയിരിക്കും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെ. നമുക്ക് സപ്പോസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണല്ലോ തന്നിരിക്കുന്നത്. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കാം, അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കാം. ഓക്കെ, ഇപ്പോ ഇഫ് എ ഗ്രേറ്റർ ദാൻ 0, എ ഈക്വൽ ടു 0 നമ്മൾ കൺസിഡർ ചെയ്തു നോക്കി. ഓക്കെ, എ ഈക്വൽ ടു 0 എന്ന് കൺസിഡർ ചെയ്തു. ഇപ്പൊ നമ്മൾ എ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? എ ഇൻറ്റു എ അല്ലേ. അപ്പോ എ ഇൻറ്റു എ എന്ന് പറയുമ്പോ 0 ഇൻറ്റു 0 വിൽ ബി 0. ഓക്കെ, എ ഈക്വൽ ടു 0 ആണെന്ന് വെച്ച് കഴിഞ്ഞാല് എ സ്ക്വയർ എന്ന് പറയുന്നതും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി റൂട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാലും റൂട്ട് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കൺസിഡർ ചെയ്യാം ഇഫ് എ ലെസ് ദാൻ ബി, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എടുക്കാം. എ ലെസ് ദാൻ ബി. ഓക്കെ, എ ലെസ് ദാൻ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഇപ്പോ ഈക്വൽ ടു 0 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കണേ കേട്ടോ. അപ്പൊ എ ഈക്വൽ ടു 0 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എ ലെസ് ദാൻ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് 0 ലെസ് ദാൻ ബി അല്ലേ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമുക്ക് ഇതിനെ ത്രൂ ഔട്ട് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 0 ഇൻറ്റു ബി ലെസ് ദാൻ ബി ഇൻറ്റു ബി എന്നുള്ളത് വരും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് 0 ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ലെസ് ദാൻ ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബി സ്ക്വയർ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് 0 എന്ന് പറയുന്നത് എ സ്ക്വയർ നമുക്ക് റീപ്ലേസ് ചെയ്യാലോ. അതെ, അപ്പൊ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ. അപ്പൊ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ കിട്ടിയില്ലേ? എ ലെസ് ദാൻ ബി ആണെങ്കിൽ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആണെങ്കിൽ എ ലെസ് ദാൻ ബി ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ കണ്ടീഷൻ പ്രൂവ് ചെയ്യാം. റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഇവിടെ നമുക്ക് സെയിം ഈ കണ്ടീഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എ ലെസ് ദാൻ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് 0 ലെസ് ദാൻ ബി അല്ലെ. നമുക്ക് ത്രൂ ഔട്ട് റൂട്ട് ബി കൊണ്ട് നമുക്ക് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ വരിക? 0 ഇൻറ്റു റൂട്ട് ബി ലെസ് ദാൻ ബി ഇൻറ്റു റൂട്ട് ബി അല്ലെ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് 0 ഇൻറ്റു റൂട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ വരുന്നത്? 0 ലെസ് ദാൻ ബി ഇൻറ്റു റൂട്ട് ബി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നോക്കുക, ബി ഇൻറ്റു റൂട്ട് ബി എന്ന് പറയുന്നത് റൂട്ട് ബിയെക്കാട്ടും ചെറുതായിരിക്കില്ലേ. അപ്പൊ നമുക്ക് ഈ ഇനീക്വാളിറ്റിനെ 0 ലെസ് ദാൻ റൂട്ട് ബി കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് 0 എന്ന് പറയുന്നത് റൂട്ട് എ ആണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ 0ക്ക് പകരം റൂട്ട് എ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പൊ റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി എന്നുള്ളത് കിട്ടും. സോ ഹിയർ നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? എ ലെസ് ദാൻ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ, എ ലെസ് ദാൻ ബി if and only if. അപ്പൊ നമുക്ക് ഇത് if and only if ഇതാണെങ്കിൽ this will be also if and only if root a less than
റൂട്ട് ബി എന്നുള്ളത് കിട്ടും. ഓക്കെ, നമ്മള് ഈ എ ഈക്വൽ ടു സീറോയിലാണ് നമ്മൾ നേരത്തെ ഇപ്പൊ തന്നെ റിസൾട്ട് പ്രൂവ് ചെയ്തത്. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോയില് നമുക്കത് പ്രൂവ് ചെയ്യണം. ഇനി നെക്സ്റ്റ് ഉള്ളത് ഇഫ് എ ഗ്രേറ്റർ ദാൻ സീറോ അല്ലെ. ഇനി എ ഗ്രേറ്റർ ദാൻ സീറോ, സീറോവിനെക്കാട്ട് വലിയ ഒരു നമ്പർ കൺസിഡർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ സീറോ ആണ്, then definitely a less than b ആണല്ലോ. അപ്പോ then b greater than 0 ആയിരിക്കും. a greater than 0, b greater than 0 ആണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ സമ്മും greater than 0 ആയിരിക്കും ആണല്ലോ. then next നമുക്ക് പ്രൂവ് ചെയ്യാം a less than b if and only if നമുക്ക് ഓർഡർ പ്രോപ്പർട്ടീസ് അവിടെ വെച്ച് തിയറംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ ചെയ്യാം കേട്ടോ. എ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിനെക്കാട്ടും ചെറുതാണ് എ, ദെൻ എ മൈനസ് ബി മൈനസ് എ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമല്ലോ. അതെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമുക്ക് ഈ ഇൻഇക്വാളിറ്റിനെ ത്രൂ ഔട്ട് ബി പ്ലസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ ഗ്രേറ്റർ ദാൻ 0 ഇൻറ്റു ബി പ്ലസ് എ. If and only if b minus a into b plus a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b square minus a square greater than 0 into b plus a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. If and only if b square greater than a square എന്നുള്ളത് തോന്നി. That is a square less than b square. അപ്പോൾ a greater than 0 ആയാലും a less than b, if and only if a square less than b square എന്നുള്ളത് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്യണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. എ ഗ്രേറ്റർ ദാൻ 0 ആണ്, അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമല്ലോ. റൂട്ട് എ എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, റൂട്ട് ബി എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ ലെസ് ദാൻ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബി മൈനസ് എ ഗ്രേറ്റർ ദാൻ 0. ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമുക്ക് റൂട്ടാണല്ലോ കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് ഈ ബി മൈനസ് എനെ നമുക്ക് ഇങ്ങനെ ഒന്ന് റീപ്ലേസ് ചെയ്ത് എഴുതി കൂടെ നോക്കി. റൂട്ട് ബി മൈനസ് റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി പ്ലസ് റൂട്ട് എ. എന്നാലാണല്ലോ എ പ്ലസ് ബിന്റെ മൈനസ് ബി വെച്ച് നമുക്ക് ബി മൈനസ് എ കിട്ടുള്ളൂ. അപ്പൊ ഇതിനിങ്ങനെ റീപ്ലേസ് ചെയ്തു ഗ്രേറ്റർ ദാൻ 0. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇവിടെ നമുക്കൊരു കാര്യം ഓർക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു തിയറം പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ തിയറായിരുന്നേ? ഈ എ ബി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഐദർ എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0 ഓർ എ ലെസ് ദാൻ 0 ആൻഡ് ബി ലെസ് ദാൻ 0 എന്നുള്ള കണ്ടീഷൻ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എ ഇൻറ്റു ബി ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഏത് കണ്ടീഷനാണ് നമുക്ക് എടുക്കാൻ പറ്റുക? ഒന്നില്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, അല്ലെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, ഓർ എ ലെസ് ദാൻ 0 ബി ലെസ് ദാൻ 0. ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാരണം നമുക്ക് ഇവിടെ റൂട്ട് ബി മൈനസ് റൂട്ട് എ ഗ്രേറ്റർ ദാൻ 0 എന്ന് കൺസിഡർ ചെയ്യാലോ. ഇതും 0യും ഇതും 0 ആണെങ്കിൽ മൊത്തത്തിൽ 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു കണ്ടീഷൻ എടുക്കാം. root b minus root a greater than 0. If and only if root b greater than root a, that means root a less than root b. അപ്പൊ നമ്മളുടെ ഈ കണ്ടീഷനിലും ഏത് കണ്ടീഷനില് a greater than 0ലും നമുക്ക് എന്ത് കിട്ടി? a less than b implies a square less than b square implies root a less than root b. അപ്പൊ രണ്ട് കേസിലും എ ഈക്വൽ ടു 0 ആണെങ്കിലും എ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. എ ലെസ് ദാൻ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി. നെക്സ്റ്റ് വരുന്ന ഒരു ഇൻഇക്വാലിറ്റി ആണ് അർത്തമെറ്റിക് ജോമെട്രിക് ഇൻഇക്വാലിറ്റി. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം.
For any two non-negative real numbers a and b, half into a plus b is their arithmetic mean. Root a b is the geometric mean. Hence, the inequality root a b less than or equal to half a plus b is usually known as arithmetic geometric inequality. അപ്പൊ അർത്ഥമെറ്റിക് ജോമെട്രി ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ്. ഏതെങ്കിലും രണ്ട് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് എ ആൻഡ് ബി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാല് അവരുടെ അർത്ഥമെറ്റിക് മീൻ എന്ന് പറയുന്നത് a പ്ലസ് ബി ബൈ 2 ആയിരിക്കും. ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് റൂട്ട് എ ബി ആയിരിക്കും. അപ്പൊ അവർ രണ്ടും തമ്മിൽ ഉള്ള റിലേഷൻ എന്ന് പറയുന്നത് റൂട്ട് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് എ പ്ലസ് ബി ആയിരിക്കും. ഈ ഇൻഇക്വാളിറ്റിനെയാണ് നമ്മൾ അർത്ഥമെറ്റിക് ജോമെട്രിക് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാ പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് നമുക്കിതിനെ ജനറൽ ആയിട്ടും ഒന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് പ്രൂഫ് കഴിഞ്ഞിട്ട് നോക്കാം. റൂട്ട് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് എ പ്ലസ് ബി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് രണ്ട് കേസസ് ആയിട്ട് നോക്കാം കേട്ടോ. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഈ a equal to 0, b equal to 0 ആണെന്ന് വിചാരിക്കും. a equal to 0, b equal to 0 ആണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ റിസൾട്ട് എന്താ? റൂട്ട് എ ബി എന്ന് പറയുന്നതും 0 ആയിരിക്കും, ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നതും 0 ആയിരിക്കും അല്ലെ? സോ ഈ കേസില് ഈ റിസൾട്ട് ട്രൂ ആണ്. അതായത് റൂട്ട് എ ബി ഈക്വൽ ടു ഹാഫ് എ പ്ലസ് ബി എന്നുള്ളത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എ ഗ്രേറ്റർ ദാൻ 0, ബി ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഒരു കേസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ലെറ്റ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0. എയും ഗ്രേറ്റർ ദാൻ 0 ആണ്, ബിയും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് കേസസ് വരാലോ. ഒന്നില്ലെങ്കിൽ എയും ബിയും ഈക്വൽ ആവാം, അല്ലെങ്കിൽ എയും ബിയും ഡിഫറെന്റ് ആവാം. ഈ രണ്ട് കേസസ് വരും. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം ഈ കേസ് നോക്കാം. ഇഫ് എ നോട്ട് ഈക്വൽ ടു ബി, ഇഫ് എ നോട്ട് ഈക്വൽ ടു ബി, എ നോട്ട് ഈക്വൽ ടു ബി ആണെന്ന് വെച്ച് കഴിഞ്ഞാല് റൂട്ട് എ വിൽ നോട്ട് ഈക്വൽ ടു റൂട്ട് ബി ആയിരിക്കുമല്ലോ. അതെ, സോ ഹിയർ റൂട്ട് എ മൈനസ് റൂട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിൽ ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കുമല്ലോ. അതെ, അപ്പൊ ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന്റെ സ്ക്വയറും എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ റിസൾട്ട്? if a belongs to R and a not equal to 0, then we will have a square greater than 0. അപ്പോൾ a belongs to R and a not equal to 0, then a square will be greater than 0. ഇവിടെ റൂട്ട് എ മൈനസ് റൂട്ട് ബി എന്ന് പറയുന്നത് belongs to R ആണ്, ഇത് not equal to 0 ആണ്. സോ ഇതിന്റെ സ്ക്വയർ റൂട്ട് എ മൈനസ് റൂട്ട് ബി, അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ ഇനി ഇത് കൺസിഡർ ചെയ്യാം. റൂട്ട് എ മൈനസ് റൂട്ട് ബിയുടെ സ്ക്വയർ നമ്മൾ എ പ്ലസ് ബി, എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ? എ മൈനസ് 2 റൂട്ട് എ ബി പ്ലസ് ബി വിൽ ബി ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അപ്പോ ഇവിടെ നമുക്ക് എന്താ പറയുക? വിച്ച് ഇംപ്ലൈസ് എ പ്ലസ് ബി വിൽ ബി ഗ്രേറ്റർ ദാൻ 2 റൂട്ട് AB, which implies root AB less than A plus B by 2. അപ്പൊ ഈ കേസിൽ നമ്മളുടെ റിസൾട്ട് ട്രൂ ആയല്ലോ. അതായത് if A not equal to B, A not equal to B ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആയി. അതായത് റൂട്ട് എ ബി ലെസ് ദാൻ ഹാഫ് ഓഫ് എ പ്ലസ് ബി എന്നുള്ളത് പ്രൂവ് ചെയ്തു. ഫൈൻ. ഇനി നമുക്ക് രണ്ട് കേസസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ട്രിവിയലി ദ റിസൾട്ട് വിൽ ബി ട്രൂ.
എ ഗ്രേറ്റർ ദാൻ 0 ബി ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കേസസ് വന്നു, എ ഈക്വൽ ടു ബിയും എ നോട്ട് ഈക്വൽ ടു ബി. എ നോട്ട് ഈക്വൽ ടു ബിയില് നമ്മൾ റിസൾട്ട് പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് എ ഈക്വൽ ടു ബിയില് റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇഫ് എ ഈക്വൽ ടു ബി, എ ഈക്വൽ ടു ബി ആണെങ്കിൽ റൂട്ട് എ ബി എന്ന് പറയുന്നത് ഏതായിരിക്കും? റൂട്ട് എ ബി എന്ന് പറയുന്നത് നമുക്ക് റൂട്ട് എ ഇൻറ്റു എ എന്ന് റീപ്ലേസ് ചെയ്യാം, വിച്ച് വിൽ ബി ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ വിച്ച് വിൽ ബി ഈക്വൽ ടു എ. ഇനി സെയിം ഹാഫ് ഓഫ് എ പ്ലസ് ബി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. അതായത് ഹാഫ് ഓഫ് എ പ്ലസ് എ എന്ന് വരും, വിച്ച് വിൽ ബി ഓൾസോ ഈക്വൽ ടു എ. അപ്പൊ ഈ കേസില് നമുക്ക് എ ഈക്വൽ ടു ബി ആണെങ്കിൽ then we have root AB equal to half of A plus B എന്നുള്ള റിസൾട്ട് കിട്ടി. ഓക്കെ, ഇനി കോൺവേഴ്സ്ലി നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, എ ഈക്വൽ ടു ബി ആണെങ്കിൽ റൂട്ട് എ ബി ഈക്വൽ ടു ഹാഫ് എ പ്ലസ് ബി ആണ്. ഇനി റൂട്ട് എ ബി ഈക്വൽ ടു ഹാഫ് ഓഫ് എ പ്ലസ് ബി ആണെന്ന് വെച്ച് കഴിഞ്ഞാല് എ ഈക്വൽ ടു ബി എന്നുള്ളത് കിട്ടുമെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. കോൺവേഴ്സ്ലി ലെറ്റ് റൂട്ട് എ ബി ഈക്വൽ ടു ഹാഫ് ഓഫ് എ പ്ലസ് ബി. ഓക്കെ, ഈ രണ്ട് സൈഡിലും നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാല് എന്താ നമുക്ക് കിട്ടുക? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ബി ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ബൈ 4. ഇനി ത്രൂ ഔട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരാ? 4ab ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വരും അല്ലെ. അതായത് ഇവിടെ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab വിൽ ബി ഈക്വൽ ടു 0. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab എന്ന് പറയുന്നത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ മൈനസ് ബി ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി. അപ്പൊ എ ഈക്വൽ ടു ബി ആണെങ്കിൽ റൂട്ട് എ ബി ഈക്വൽ ടു ഹാഫ് ഓഫ് എ പ്ലസ് ബി ആയിരിക്കും. ആൻഡ് കോൺവേഴ്സ്ലി ഇഫ് റൂട്ട് എ ബി ഈക്വൽ ടു ഹാഫ് ഓഫ് എ പ്ലസ് ബി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഈക്വൽ ടു ബി ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ അർത്ഥമെറ്റിക് ജോമെട്രിക് ഇൻഇക്വാളിറ്റി പ്രൂവ് ചെയ്തു. അർത്ഥമെറ്റിക് ജോമെട്രിക് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് റൂട്ട് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് ഓഫ് എ പ്ലസ് ബി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ രണ്ട് കേസസ് ഇവിടെ നോക്കുന്നുണ്ട്. എ ഈക്വൽ ടു ബി, A equal to 0, B equal to 0, the result is trivially true. Next, A greater than 0, B greater than 0 consider ചെയ്യാം. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോഴും നമുക്ക് രണ്ട് കേസസ് വരും. A equal to B and A not equal to B. A not equal to Bയില് നമ്മൾ പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ A equal to Bയിലും നമ്മൾ റിസൾട്ട് പ്രൂവ് ചെയ്തു. So, if we take two non-negative real numbers A and B, we will have their geometric mean will be less than or equal to their arithmetic mean. അതായത് root AB less than or equal to half of A plus B. നെക്സ്റ്റ് നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് ഇൻഇക്വാലിറ്റി ആണ് ബെർണൂളിസ് ഇൻഇക്വാലിറ്റി. അതെന്താന്ന് നോക്കാം. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ -1, then 1 plus x whole raised to n will be greater than or equal to 1 plus nx for all n belongs to n. ഇതാണ് നമ്മുടെ ബെർണൂളിസ് ഇൻഇക്വാലിറ്റി. നമുക്കിത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 1 plus x whole raised to n greater than or equal to 1 plus nx if n greater than -1 എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് നമുക്കതൊന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ n ഈക്വൽ ടു 1 ഈ കേസ് ട്രൂ ആണെന്നാണല്ലോ പ്രൂവ് ചെയ്യേണ്ടത്. n ഈക്വൽ ടു 1 ആണെന്ന് വെച്ച് കഴിഞ്ഞാല് 1 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് തന്നെയാണല്ലോ. സോ ദ റിസൾട്ട് ഈസ് ട്രൂ. ഇനി നെക്സ്റ്റ് നമുക്ക് അസംഷൻ ആണ് n ഈക്വൽ ടു കെക്ക് ഈ റിസൾട്ട് ട്രൂ ആണെന്നുള്ളത് അസ്യൂം ചെയ്യാം. സോ ഇവിടെ നമുക്ക് 1 പ്ലസ് എക്സ് whole raised to k greater than or equal to 1 plus kx എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? k plus 1 റിസൾട്ട് ട്രൂ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം അല്ലെ. ഓക്കെ,
അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് ഇവിടെ രണ്ട് കണ്ടീഷൻസ്, ഇവിടെ കണ്ടീഷൻ ഉണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ -1 അല്ലെ. അപ്പോ എക്സ് ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ നമുക്ക് 1 + x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമല്ലോ. അതെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് k+1 റിസൾട്ട് ട്രൂ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് k+1 ടേം ഇവിടെ നിന്ന് എടുത്തു നോക്കാം. അതായത് 1 + x ഹോൾ റേസ് ടു k+1. ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതിക്കൂടെ, 1 + x ഹോൾ റേസ് ടു k ഇൻറ്റു 1 + x. ഇനി നമ്മള് അസ്യൂം ചെയ്തിട്ടുണ്ട് 1 + x ഹോൾ റേസ് ടു k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + kx എന്ന് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ ഇവിടെ ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + kx ഇൻറ്റു 1 + x. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താ വരാ, 1 + x + kx + kx² which will be equal to 1 + k+1 x + kx² എന്നുള്ളത് വരും അല്ലെ. അതെ, ഇവിടെ നമുക്ക് ഇനി ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 1 + k+1 x + kx² എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. k എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണ്. ഇവിടെ നമുക്ക് x² എന്ന് പറയുന്നത് k × x² എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ആണല്ലോ. കാരണം x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ -1 ആണല്ലോ. അപ്പൊ എന്തായാലും x നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ദാറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. അപ്പൊ k × x² എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിൽ ബി ഗ്രേറ്റർ ദാൻ 0. അപ്പൊ നമുക്ക് ഈ ഇൻഇക്വാളിറ്റീനെ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + k+1 x എന്ന് എഴുതാലോ. എഴുതാം, കാരണം സിൻസ് ഇവിടെ എന്താ kx² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയ കാരണം, ഗ്രേറ്റർ ദാൻ 0 ആയ കാരണം. ഓക്കെ, അപ്പോ ഹെൻസ് നമ്മളിവിടെ എന്താ പ്രൂവ് ചെയ്തത്, k+1 നും നമ്മളുടെ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. The inequality is valued for k+1 also. അപ്പോ നാച്ചുറൽ നമ്പറിലെ ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും if x greater than -1 we will have 1 + x whole raised to n greater than or equal to 1 + nx എന്നുള്ള റിസൾട്ട് കിട്ടും. നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ ഇൻഇക്വാളിറ്റി പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് വരുവേ. അപ്പോ ഈ അരിത്തമെറ്റിക് ജോമെട്രിക് ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബെർണൂളിസ് ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. പ്രൂഫ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, നമുക്കത് അത് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യാം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് തന്നു വരില്ല. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണൂളിസ് ഇക്വാളിറ്റി, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് അരിത്തമെറ്റിക് ജോമെട്രിക് ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടാവും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് അറിയണം. സോ യു ഹാവ് ടു സ്റ്റഡി ദ സ്റ്റേറ്റ്മെന്റ് ഓൾസോ.